Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala rasulillah wa ala alihi wasahbihi ajma'in. Amma ba'd. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഈ കൊറോണ കാലഘട്ടത്തിൽ കണ്ട ഏറ്റവും വലിയ ഒരു അത്ഭുതം, വലിയൊരു അനുഭവം ഒരു ഡോക്ടർ നിലയ്ക്ക് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഒരുപാട് രോഗങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ തീർച്ചയായിട്ടും ഒരുപാട് രോഗികൾ ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. സ്ഥിരമായിട്ട് ഒരുപാട് മരുന്നുകൾ കഴിക്കുന്ന പല രോഗങ്ങൾ കാരണം ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ട്. എന്നെ നിരന്തരമായിട്ട് ഫോൺ വിളിക്കുകയും വാട്സാപ്പിലൂടെയൊക്കെ അവരെ വിഷമങ്ങളും അവർക്ക് കോളേജിൽ വരാൻ പറ്റാത്തതും. അപ്പോൾ ഞാനൊക്കെ പലപ്പോഴും മരുന്ന് അതന്നെ തുടർന്ന് പോയാൽ മതി, പലപ്പോഴും ഫോണിലോട്ടൊക്കെ ഉപദേശം കൊടുക്കാൻ പറ്റുന്നൊക്കെ ഉപദേശം കൊടുക്കാറുണ്ട്. നമുക്ക് ഈ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ് കൊറോണ ഒക്കെ പോയിട്ട് നിങ്ങൾ മടങ്ങി വന്നാൽ മതി, ശരി. പക്ഷെ എന്നാൽ പോലും പുതിയ രോഗികളും രോഗങ്ങളൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട് സഹോദരന്മാർ. നിങ്ങൾ ഏത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട് ചോദിച്ചു നോക്ക്. ഞാൻ എൻ്റെ മെഡിക്കൽ കോളേജിലെ അനുഭവം പറയാം. ഇപ്പോൾ നമുക്ക് അറിയാം, സ്വാഭാവികമാണ്, അപകടം, കൊലപാതകം, ബലാത്സംഗം ഇതൊക്കെ നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. അതെല്ലാവർക്കും അത് സ്വാഭാവികമാണ്. കളവ്, മോഷണം അതൊക്കെ കുറഞ്ഞിട്ടുണ്ട്. വേറെ ഒരുപാട് വലിയ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കാഷ്വാലിറ്റി ഡ്യൂട്ടി ഒക്കെ എടുക്കാറുണ്ട് ഇപ്പോഴും. അപ്പോൾ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, അല്ലാഹുവേ, മറ്റു പനികൾ ഇതൊക്കെ നല്ലോണം കുറവുണ്ട് സഹോദരന്മാർ. ഉറപ്പാണ്, അത്ഭുതമാണുള്ളത്. അത് വലിയൊരു അത്ഭുതമാണ്. ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കൊക്കെ കുറേച്ചാൽ വലിയ അത്ഭുതം. കാർഡിയോളജിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കൂ, ന്യൂറോളജിൻ്റെ അടുത്ത് ചോദിച്ചു നോക്ക്. എന്തുകൊണ്ട് സംഭവിക്കുന്നു സഹോദരന്മാർ? നമ്മൾ ആഴത്തിൽ ചിന്തിക്കേണ്ട, പഠിക്കേണ്ട ഒരു വിഷയമാണ്. പണ്ട് നമ്മൾക്കൊരു OPയിലേക്ക് 400 OP കാഷ്വാലിറ്റി 400 പേഷ്യൻസ് ഒക്കെ വരാണ്ട്. ഇപ്പൊ അതൊന്നുമില്ല. എവിടെ പോയി സഹോദരന്മാർ? അപ്പോൾ ഒരു കാരണം വെച്ചാൽ, അനാവശ്യമായ ചെറിയ പ്രശ്നമാകുമ്പോഴത്തേക്ക് ഉടനെ പോയിട്ട് ഡോക്ടറെ കാണിക്കുക, മരുന്ന് എഴുതുക. ഇപ്പൊ അത് നിന്ന് ആവശ്യമില്ല. ചെറിയ പനി, ജലദോഷമൊക്കെ വരുമ്പോൾ വീട്ടിൽ തന്നെ ഇരുന്ന് 1-2 ദിവസം പാരസെറ്റമോളൊക്കെ കഴിച്ചിട്ട് അങ്ങ് തട്ടിമുട്ടി പോകും. പിന്നെ സ്വാഭാവികമായിട്ട് പോവും സഹോദരന്മാര്. ഇതാ മരിൽത്തു ഫഹുവ യശ്ഫീൻ എന്നുള്ള ചിന്ത മനുഷ്യനെ എപ്പോഴും ഉണ്ടായാൽ മതി. ഇത് രോഗം നമ്മൾക്ക് വന്നു കഴിഞ്ഞാൽ അത് ചികിത്സിച്ച് മാറ്റുന്നത് ഡോക്ടറോ ഹോസ്പിറ്റലോ പ്രൈവറ്റ് ഹോസ്പിറ്റലോ ഒന്നുമല്ല, ഏകനായ പടച്ച റബ്ബാണ്. നമ്മൾക്ക് തന്നെ നമ്മുടെ ശരീരത്തിനെ റബ്ബ് സുബ്ഹാനഹു വ തആല സെൽഫ് ഹീലിംഗ് പ്രോസസ്സ് തന്നിട്ടുണ്ട്. അപ്പൊ ഒരുപാട് രോഗികളൊന്നും വരുന്നില്ല. പക്ഷെ നമ്മളൊന്ന് ചിന്തിക്കണം, എന്തുകൊണ്ട് ഈ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് ഒക്കെ കുറഞ്ഞു വരുന്ന സഹോദരന്മാര്? ഇതിനൊക്കെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മഹാഭൂരിപക്ഷം രോഗങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം, ഒരു രോഗം വരാൻ പല കാരണങ്ങളുണ്ടാവും. നമ്മൾ ചിന്തിക്കണം. മൾട്ടി ഫാക്ടോറിയൽ പറയും. അതായത് അദ്ദേഹത്തിന്റെ പാരമ്പര്യം, അദ്ദേഹത്തിന്റെ ജീവിത ശൈലി, അദ്ദേഹത്തിന്റെ ഭക്ഷണ രീതി, അദ്ദേഹത്തിന്റെ പ്രകൃതി ചുറ്റുപാടുള്ള അന്തരീക്ഷം, അദ്ദേഹം ഏത് കുടുംബത്തിൽ എങ്ങനെ ജീവിക്കുന്ന വ്യക്തിയാണ്, എങ്ങനത്തെ സ്ട്രെസ് ഉണ്ടോ, സിഗരറ്റ്, മദ്യം, കഞ്ചാവ്, മറ്റു അഡിക്ഷൻസ് ഉണ്ടോ, പല കാരണങ്ങൾ കൊണ്ടിട്ടാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് രോഗം വരുന്നത്. ഒറ്റ കാരണമല്ല സഹോദരന്മാരെ. ഇപ്പൊ കൊറോണനെ പറ്റി ഒന്ന് ചിന്തിച്ചാൽ മതി. കൊറോണ വന്നിട്ട് 93 വയസ്സ് 85 വയസ്സുള്ള മുകളിലൊരു ഉപ്പയും ഉമ്മയും രക്ഷപ്പെട്ടു, ആലോചിക്കണേ. അതേസമയത്ത് 25 വയസ്സുള്ള ഒരു വ്യക്തി മരണപ്പെടുകയും ചെയ്തിട്ട്. അപ്പൊ ഇതിനൊക്കെ പല കാരണങ്ങളുണ്ടാവും. നമ്മുടെ ശരീരത്തിൽ തന്നെ ഒരുപാട് കാരണങ്ങളുണ്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഒരു പ്രധാനപ്പെട്ട കാരണത്തെ പറ്റിയാണ് ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അത് എന്താണെന്ന് ചോദിച്ചാൽ, സ്ട്രെസ്. സഹോദരന്മാരെ, ഒരു വലിയ ഭൂരിഭാഗം ലോകത്തിനും, പ്രത്യേകിച്ചും ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്, സ്ട്രെസ് വലിയൊരു ഫാക്ടറാണ്. വല്ലാതെ ടെൻഷൻ, സ്ട്രെസ്. ഈ സ്ട്രെസ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, യഥാർത്ഥത്തിൽ ഇപ്പൊ നമ്മൾ സ്ട്രെസ്സിന് ചെറിയ ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം. നമ്മൾ പെട്ടെന്ന് റോട്ടിൽ ഒരു പട്ടി ഓടി വന്ന് കടിക്കാൻ വരുന്നു, നമ്മൾ സ്ട്രെസ്ഡ് ആവും, നമ്മൾ ബേജാറാവും. ഈ ബേജാറാവുമ്പോൾ എന്തൊക്കെ സംഭവിക്കുക? നമ്മളെ എഡ്രിനൽ കോർട്ടക്സിനൊക്കെ ഒരുപാട് സ്ഥലത്ത് എഡ്രിനാലിൻ വരും, കോർട്ടിസോൾ വരും. ഇതൊക്കെ എന്ത് ചെയ്യും? നമ്മൾ ഹൃദയമിടിപ്പ് വല്ലാതെ കൂട്ടും. മസിലൊക്കെ നല്ല കൺട്രാക്ട് ചെയ്ത് ഓടാൻ പ്രാപ്തിയാവും. ശരീരത്തിൽ ഉടനെ ഒരുപാട് ഗ്ലൂക്കോസ് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഓടും രക്ഷപ്പെടാൻ. അപ്പൊ ഒരു സ്ട്രെസ് വരുമ്പോഴുള്ള മനുഷ്യന്റെ സ്വാഭാവികമായ റെസ്പോൺസ് എന്താണെന്ന് വെച്ചാൽ, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്.
അങ്ങനെയാണ് പറയുന്നത്. അതായത് ഒന്നെങ്കിൽ നമ്മൾ അതിനെ നേരിടും. ഇപ്പൊ ഒരു വീട്ടിൽ പെട്ടെന്ന് കള്ളം കയറി വന്നാൽ നമ്മൾ ഒന്നെങ്കിൽ നേരിടും. മൊമെന്റിൽ നമ്മൾ അറിയാതെ എന്തെങ്കിലും നമ്മൾ ചെയ്യും, അങ്ങോട്ടേക്ക് പേടിച്ചിട്ടോ അങ്ങോട്ടേക്കിട്ടോ ഇങ്ങോട്ടേക്ക് കത്തിയെടുത്ത് കുത്താൻ പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു റെസ്പോൺസ് ഉണ്ടാവും, ഫൈറ്റ്. അതിലേക്ക് ഓടി രക്ഷപ്പെടും, വാതിൽ പൂട്ടിയിടും. ഈ രണ്ട് റെസ്പോൺസിന് വേണ്ടിയിട്ട് ശാരീരികമായ മാറ്റങ്ങളാണ് ഹൃദയമിടിപ്പ് കൂടുക, ഗ്ലൂക്കോസ് കൂടുക, മസിൽ കൺട്രാക്ഷൻ കൂടുക, എഡ്രിനാലിൻ കൂടുക, കോർട്ടിസോൾ കൂടുക. ഇങ്ങനെയാണ് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെ കൂടുമ്പോൾ എന്താ വെച്ചാൽ ഇതൊക്കെ ഉപയോഗപ്പെടും. ഈ ഗ്ലൂക്കോസ് ഒക്കെ ഉപയോഗപ്പെട്ടിട്ട് മനുഷ്യന് കുറച്ച് കഴിഞ്ഞാൽ ഓടി രക്ഷപ്പെട്ട് വീട്ടിൽ കുറച്ച് കഴിഞ്ഞാൽ ശാന്തമായി ആ സ്ട്രെസ്സിനോട് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അപ്പോൾ തന്നെ തീർന്ന് സഹോദരന്മാരെ. മറിച്ച് ഇന്ന് സംഭവിക്കുന്ന എന്താ അറിയോ, ഒരുപാട് മനുഷ്യന്മാര് ജീവിതം മുഴുവനും സ്ട്രെസ്ഡ് ആയിട്ടാണ്, എപ്പോഴും ടെൻഷനാണ്. ഇതിനെന്ത് പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് ചിന്തിക്കേണ്ടത് എന്താ അറിയോ, ഒന്ന് അള്ളാഹയെ പരസ്പരം പെരുമ നടിച്ച് ദുരഭിമാനം കാണിക്കാൻ വേണ്ടി, പേരിന് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി, സമ്പത്തിന് വേണ്ടി, അധികാരത്തിന് വേണ്ടി അത് വല്ലാത്ത മോഹമായിട്ട്, വല്ലാത്ത ഹുബ്ബുദ്ദുന്യാന്റെ പിന്നാലെ ഓടിപ്പോവാ സഹോദരന്മാര്. ഓടി 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 ക്ഷീണിക്കുക, സ്ട്രെസ്ഡ് ആവുക. അലച്ചോക്ക് സഹോദരന്മാരെ, വലിയ വിഷയമാണത്. ഇപ്പോൾ ലോക്ക്ഡൌണിന്റെ സമയത്തേക്ക് നമ്മൾ ചിന്തിക്കണം, ഇന്നെന്ത് സംഭവിച്ചു. ലോക്ക്ഡൌൺ കൊണ്ട് എല്ലാവരും വീട്ടിലൊതുങ്ങി ജീവിച്ചു. ആർക്കും പുറത്ത് ലോകമാന്യതക്ക് അവസരമൊന്നുമില്ല. പുറത്തു പോയി ഞാൻ വലിയൊരു സംഭവമാണെന്ന് കാണിക്കാൻ വലിയ സ്റ്റേജും കെട്ടി പ്രസംഗിക്കാനുള്ള അവസരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. ആർക്കും തന്നെ അവനവന്റെ ഓഫീസിൽ പോയിട്ട് വീമ്പിളക്കാനും, ഞാൻ പുതിയ കാർ വാങ്ങിയിട്ടുണ്ട്, എൻ്റെ കൊട്ടാരം പോലത്തെ വീട് കണ്ടോ, വീട് കൂടുതൽ നിങ്ങൾ വരുന്നില്ലേ, എൻ്റെ മകള് കണ്ടോ, മകളെ കല്യാണം, ഇതൊന്നും പറയാനും അവസരമില്ല, ഒന്നും അവസരമില്ല. അതിനൊന്നും അർത്ഥമില്ലാതെ ഇപ്പൊ നമ്മുടെ ജീവൻ തന്നെ അറിയില്ല, ജീവനോട് ഉണ്ടാവോ, കൊറോണ കൊണ്ടുപോകുമെന്ന് അറിയില്ല. അപ്പം നമ്മളെല്ലാവരും ഒരുപാട് പേര് സ്ട്രെസ്സൊന്നുമില്ലാതെ ജീവിതത്തിൽ അടങ്ങി ഒതുങ്ങി വീട്ടില് ഭാര്യ മക്കളൊക്കെ സ്വസ്ഥമായി സന്തോഷത്തോടെ വീട്ടിലുള്ള ഭക്ഷണം തന്നെ ഭാര്യ മക്കളൊക്കെ ഒരുമിച്ച് കഴിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ കൃത്യമായിട്ട് പറഞ്ഞു, ബർക്കത്തുണ്ടാവും, സ്നേഹം ഉണ്ടാവും, പരസ്പരം കാരുണ്യം ഉണ്ടാവും. ഉള്ളതിൽ വെച്ച് തൃപ്തിപ്പെടുക. ഭക്ഷണം അധികം പുറത്തൊന്നും കിട്ടൂല സാധനം. ഹോട്ടൽ ഭക്ഷണമൊക്കെ ഒഴിവാക്കി, എല്ലാം ഒഴിവായി വീട്ടിലുള്ള ഭക്ഷണം വെച്ചിട്ട് തന്നെ ബിസ്മില്ല തിന്നതിന് അൽഹംദുലില്ലാഹ്, അല്ലാഹു നിനക്ക് സ്തുതി. നല്ലൊരു ബന്ധമായി എല്ലാവരും ഒരുമിച്ച് നമസ്കരിക്കുന്നു. പുറത്തു പോയിട്ട് ജാട കാണിക്കാനില്ല, പേരും പ്രശസ്തിക്ക് ഓട്ടമില്ല. ഒന്ന് ചിന്തിക്കണം. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളെ ശരീരത്തിന്റെ എല്ലാം പെർഫെക്റ്റ് ബാലൻസിലായിട്ട് ജീവിച്ചു പോവാണ്. ഒരു കുഴപ്പമില്ല. നമ്മുടെ പ്രതിരോധ ശക്തി കൂടും, നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടുന്നില്ല. ആലോചിക്കണം. അപ്പൊ നമുക്ക് ശാന്തമായ ഒരു ജീവിതം കിട്ടി സഹോദരന്മാര്. അപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്കും ഇല്ല, ഒരു സ്ട്രോക്കും ഇല്ല. നല്ലോണം ചിന്തിക്കുക സഹോദരന്മാര്. ഈ സ്ട്രെസ് കൊണ്ട് തന്നെയാണ് പലപ്പോഴും ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ക്യാൻസർ വരെ വരുന്ന പറയുന്നത്. എന്തുകൊണ്ടാണ്? നിങ്ങൾ എൻഡോത്തീലിയൽ ഡിസ്ഫങ്ഷൻ, നമ്മുടെ രക്തക്കുഴലിന്റെ ഉള്ളിലുള്ള എൻഡോത്തീലിയം, അതിന് പോലും ചേഞ്ചസ് വരും സ്ട്രെസ് കൊണ്ട്. ഇത് പലപ്പോഴും സംഭവിക്കുന്നവരെ സഹോദരന്മാരെ. നമ്മൾക്ക് ചിലപ്പോൾ ഈ ജീവിത മത്സര ഓട്ടത്തിന്റെ ഇടയിൽ ഒരുപാട് സ്ട്രെസ്ഡ് ആകുമ്പോൾ പലപ്പോഴും രണ്ട് മൂന്ന് വികാരങ്ങളുണ്ട്. ഒന്ന് ദേഷ്യം, വെറുപ്പ്, അസൂയ, ലോകമാന്യത. ഈ വികാരങ്ങളൊക്കെ നല്ലോണം ചിന്തിക്കും. എന്നിലുണ്ടോ നിങ്ങളുണ്ടോ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. പലപ്പോഴും നമ്മൾക്ക് കിട്ടുന്നതാണ്, നമ്മൾ ജോലി സ്ഥലത്തൊക്കെ പോകുമ്പോൾ നമ്മളെക്കാട്ടി മുതിർന്നവർ നിന്ന് പലപ്പോഴും നമ്മൾക്ക് ചീത്ത കിട്ടും. പലർക്കും ഇത് ചെയ്തില്ല, അത് ചെയ്തില്ല, ഒരുപാട് ചിലപ്പോൾ വീട്ടിൽ തന്നെ പാവം സ്ത്രീകൾ, പ്രത്യേകിച്ചും ഭാര്യമാർ, അവർക്ക് ഭർത്താക്കന്മാരത്ത് ഒരുപാട് ചീത്ത കിട്ടാറുണ്ട്. അതേപോലെ ചിലപ്പോൾ ചില മക്കളൊക്കെ ഉപ്പമാരൊക്കെ വല്ലാത്തൊരു അഹങ്കാരികളായ ബാപ്പമാരുണ്ടാവും. ഓരൊക്കെ മക്കളെ അടിച്ചമർത്തി ഇങ്ങനെ തേറി പറഞ്ഞ് മക്കളിങ്ങനെ പേടിച്ച് നിൽക്കുന്ന ഒരുപാട് മക്കളുണ്ടാവും. ഇങ്ങനെ സ്ട്രെസ് വരുന്നുണ്ട്. ഇങ്ങനെ ജീവിതത്തിൽ നിരന്തരമായിട്ട് രാവിലെ വീട്ടിൽ തുടങ്ങിയിട്ട് ഓഫീസിൽ പോയി വൈകുന്നേരം സംഘടനാ മീറ്റിംഗ് വന്ന് രാത്രി പിന്നെ വീട്ടിലിരുമ്പോൾ 24 മണിക്കൂർ ഈ സ്ട്രെസ്സിലൂടെയാണ് ഒരു മനുഷ്യൻ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഈ സ്ട്രെസ്സിൽ ജീവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ മനുഷ്യന്റെ ശരീരത്തിൽ സ്വാഭാവികമായിട്ട് എഡ്രിനാലും കോർട്ടിസോളൊക്കെ കൂടിയിട്ട് ഹൃദയമിടിപ്പ്, ഗ്ലൂക്കോസ് ഒക്കെ കൂടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അത് പുറത്ത് പ്രകടിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഇതൊക്കെ വീർപ്പ് മുട്ടിയിട്ട് മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കും.
അത് ഒരിക്കലും പ്രകടിപ്പിക്കാൻ പറ്റില്ല. നമ്മളെ മുതിർന്നവരാണ്, നമ്മുടെ കാട്ടി പ്രായം കൂടിയുള്ളവരാണ്, നമ്മൾ ജോലി സ്ഥലത്ത് വലിയ വലിയ സ്ഥാനത്തിരിക്കുന്നത്. അപ്പൊ അവരൊന്നും ദേഷ്യം പിടിക്കാൻ പറ്റില്ല, ചീത്ത പറയാൻ പറ്റില്ല. അപ്പൊ ഈ മനുഷ്യൻ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കും സഹോദരന്മാരെ. അപ്പൊ ഹൃദയത്തിൽ ഒരുപാട് മാറ്റമുണ്ട്. ചിന്തിക്കണം. നമ്മളിപ്പോ ശരീരത്തിൽ നമ്മളെല്ലാ ചെറിയ സെൽസ് അത് വഴി തെറ്റി ക്യാൻസർ ആകുകയാണെങ്കിൽ അതിന് പെട്ടെന്ന് ഗ്ലൂക്കോസ് കിട്ടും. ശരീരത്തിൽ സ്ട്രെസ് കൊണ്ട് ഒരുപാട് ഗ്ലൂക്കോസ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഗ്ലൂക്കോസ് അത് ഉപയോഗിക്കപ്പെടും. അത് പിന്നെയും പിന്നെയും വളരാൻ സഹായിക്കും. അങ്ങനെ തന്നെ പ്രഷർ, പ്രമേഹം, ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് വരും സഹോദരന്മാരെ. ഇതൊക്കെ ഇത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നില്ല, നല്ലോണം മനസ്സിലാക്കുക. അത് 365 ദിവസം, 10 കൊല്ലം, 3650 ദിവസമായി. ഈ 3650 ദിവസം സ്ട്രെസ്ഡ് ആയി കഴിഞ്ഞാൽ ശരീരത്തിൽ ഉറപ്പായിട്ട് ഒരുപാട് മാറ്റമുണ്ടാവും. ഉറപ്പ സഹോദരന്മാരെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സമപ്രായക്കാരോ നമ്മുടെ പ്രായം കുറഞ്ഞവരോട് ചിലപ്പോൾ നമുക്കൊക്കെ അനുഭവം, ജീവിതത്തിലൊക്കെ ഒരുപാട് അനുഭവം. ചെറിയ പ്രായത്തിൽ തന്നെ ഹിദായത്ത് കിട്ടിയ അന്ന് തൊട്ട് എല്ലാവരെയും ക്ഷണിച്ച്, ആരും ഒരിക്കലും തീവ്രവാദത്തിലോ മതതീവ്രതയിലോ ഒരിക്കലും ക്ഷണിച്ചിട്ടൊന്നുമില്ല. എത്രയേ പറയുള്ളൂ, നമ്മളെ കാണുന്നൊരു പടച്ചോണ്ട്. ആ പടച്ചോനെ പേടിച്ച് ജീവിക്കും. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അള്ളാന്റെ അടുത്ത് പോയി നമുക്ക് ബോധ്യപ്പെടുത്തണം. അതുകൊണ്ട് കൃത്യമായി നമസ്കരിക്കും, ഖുർആൻ എടുത്ത് ഓത്, നിങ്ങൾ പലിശയിൽ നിന്ന് വിട്ടു നിൽക്ക്, ധൂർത്തിൽ നിന്ന് വിട്ടു നിൽക്ക്, ഹിജാബ് ധരിക്ക്, കളവ് പറയില്ലേ, പരദൂഷണം പറയില്ലേ, സ്ത്രീധനം വാങ്ങരുത്, നിങ്ങൾ ഹറാമായ മുതലൊന്നും തിന്നരുത്. വളരെ ലളിതമായ കാര്യം സഹോദരന്മാർ. നല്ലത് പറയുമ്പോൾ ആൾക്കാർക്കൊക്കെ ഉൾക്കൊള്ളാൻ തയ്യാറാണ്. പക്ഷെ അവരെതിരെ തിന്മ പറഞ്ഞാൽ, തിന്മേനെ ചൂണ്ടിക്കാണിച്ചാലോ അപ്പം വെറുക്കും, ദേഷ്യം പിടിക്കും, കളിയാക്കും, പുച്ഛിക്കും. അപ്പൊ ചെറിയ പ്രായത്തിലൊട്ടന്നെ, ചെറിയ പ്രായമുള്ളതുകൊണ്ട് മുതിർന്നവരെല്ലാവരും, എല്ലാ വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും അന്ന് തൊട്ട് ഒരുപാട് കുത്തുവാക്ക് കിട്ടും, തെറി കിട്ടും, കളിയാക്ക് കിട്ടും. അതൊക്കെ പ്രശ്നം എന്താ വെച്ചാൽ എൻ്റെ ഹൃദയത്തിന് ഇങ്ങനെ കൂട്ടി വെച്ച്, അപ്പൊ അത് ഹൃദയത്തിന് ഒരുപാട് ഭാരം ഉണ്ടാക്കും സഹോദരന്മാരെ. അനുഭവമാണ്. ഹാർട്ട് അറ്റാക്ക് വരുന്ന പോലെ തന്നെ ഹൃദയത്തിൽ ഭാരം വന്നിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ സഹോദരന്മാരെ? പോയിട്ട് വേഗം ഒളുവെടുത്തിട്ട് 2 റക്അത്ത് നമസ്കരിച്ച് അടുത്ത ജമാഅത്ത് ഏതാണോ ആ ജമാഅത്തിന് പോയി, അതല്ലെങ്കിൽ പിറ്റേന്ന് രാവിലെ തഹജ്ജുദ് സുജൂദിൽ കിടക്കുക. സുജൂദിൽ അങ്ങ് കിടന്നിട്ട് കുറേ നേരം ഇരുന്നിട്ട് നിങ്ങളുടെ വിഷമം, നിങ്ങൾക്ക് ദേഷ്യം മറ്റുള്ളവർക്ക് ദേഷ്യപ്പെടാൻ പറ്റൂല. ചിലപ്പോൾ കുടുംബം തന്നെ ആയിരിക്കും, ചിലപ്പോൾ വലിയ വലിയ സ്ഥാനമാനത്തിലിരിക്കുന്നതായിരിക്കും. അപ്പൊ അവർക്കൊന്നും നമുക്ക് മിണ്ടാൻ പറ്റൂല. എന്ത് ചെയ്യണം? അവിടെ നമ്മൾ സുജൂദിൽ കിടന്നിട്ട് അങ്ങ് പൊട്ടിക്കരിയ, കണ്ണീര് വീഴ്ത്തുക, അള്ളാന്റെ അടുത്ത് പറയുക. അള്ളാന്റെ മാത്രമേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. നമ്മളെല്ലാവരും സൃഷ്ടിച്ചേകനായ പടച്ചോന്റെ അടുത്ത് നമ്മളെ വിഷമങ്ങൾ മുഴുവനും പറയാ. ഒരുപാടായി ഹൃദയത്തിലെ ഭാരമുണ്ടല്ലോ, വെയിറ്റ് അങ്ങനെ ഒന്നുമല്ലാതെ പഞ്ഞി പോലെ, കോട്ടൺ പോലെ അങ്ങ് ഒലിച്ചങ്ങ് വെള്ളം പോലെ പോകും സഹോദരന്മാരെ. ഒരുപാട് ആശ്വാസം കിട്ടും. അതിൽ എന്താ പ്രശ്നം വെച്ചാൽ നമ്മളെ ഹൃദയത്തിൽ ഇങ്ങനെ വികാരം വേണ്ടാണ്ട് വരും. അവരോട് ഇങ്ങനെ വെറുപ്പ് വിദ്വേഷം കൂടി വരും. ഈ വെറുപ്പ് വിദ്വേഷം വരുമ്പോൾ ഏറ്റവും അപകടമാർക്ക നമ്മുടെ ശരീരത്തിന് തന്നെ. അവർക്കൊന്നും സംഭവിക്കുന്നില്ല. അവർ നാളെയും എന്നെ കണ്ടാൽ കളിയാക്കും, ചീത്ത പറയും, പിന്നെയും പുച്ഛിക്കും. അവർക്ക് ജീവിതത്തിൽ ഒരു മാറ്റമില്ല. എൻ്റെ ജീവിതം ഞാനിങ്ങനെ നശിപ്പിച്ച് തീർക്കുക സഹോദരന്മാർ. തീർച്ചയായിട്ടും നമ്മുടെ സമപ്രായക്കാരോ നമ്മുടെ പ്രായം കുറഞ്ഞവരോ നമ്മൾ എന്തെങ്കിലും കളിയാക്കിയ ചീത്തയാണെങ്കിൽ തുറന്ന് അപ്പോൾ തന്നെ പറയണം. അവരോട് ഒരു വെറുപ്പ് വിദ്വേഷം വെക്കരുത് സഹോദരന്മാരെ. തുറന്ന് പറഞ്ഞു, മോളെ നിങ്ങൾ പറയുന്നത് ശരിയല്ല, എനിക്കിത് ഇഷ്ടപ്പെടുന്നില്ല, ദയവ് ചെയ്ത് എന്നെ വെറുപ്പിക്കരുത്. ഇനിയിപ്പോ പറഞ്ഞാൽ എൻ്റെ അടുത്ത് ചിലപ്പോൾ തെറി കിട്ടും, ചീത്ത കിട്ടും എന്നങ്ങ് പറഞ്ഞാൽ മതി. അപ്പൊ തന്നെ പിന്നെ അവർ മനസ്സിലായിക്കോളും. പിന്നെ ഡോക്ടറിനെ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കൂ സഹോദരന്മാരെ. അതേസമയത്ത് മുതിർന്നവരോട് നമ്മൾക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. അപ്പൊ അങ്ങനത്തെ ആരോട് വെറുപ്പ് വിദ്വേഷം ഉണ്ടാവരുത് സഹോദരന്മാരെ. നിങ്ങൾ ഈ അടുത്തൊരു വലിയൊരു പണ്ഡിതൻ പറഞ്ഞ ഏറ്റവും നല്ല മനസ്സ്, ഏറ്റവും നല്ല സമ്പന്നരായ ഒരു മനസ്സിൽ വെച്ച് രാത്രി കിടന്നുറങ്ങുമ്പോൾ ആരോടും വെറുപ്പും വിദ്വേഷവും ഒന്നുമില്ല. നമ്മൾ ആരെയും നോവിച്ചിട്ടുമില്ല. ഞാൻ ആരെയും ഇന്നവർ ഒരിക്കലും ബുദ്ധിമുട്ടിക്കില്ല. എന്താ ആവശ്യം അള്ളാന്റെ ചോദിക്കുക, അള്ള തരും. ഉറപ്പ സഹോദരന്മാരെ. അപ്പൊ നമ്മളെ ഹൃദയം എപ്പോഴും നോക്കുക, ആരോടും വെറുപ്പില്ല, വിദ്വേഷമില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ചെയ്യേണ്ടത് അറിയാം സഹോദരന്മാരെ, പുറത്തു കൊടുക്കുക. ഒന്നും വെക്കല്ലേ, ഹൃദയത്തിൽ ഒന്നും വെച്ച് ഒരു ദിവസം കിടന്നുറങ്ങരുത്. അതാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിനെ പറ്റി പറഞ്ഞത്, ആ മനുഷ്യൻ സ്വർഗത്തിലേക്കാ. സഹാബാക്കളൊക്കെ പോയിട്ട് നോക്കി, ഒന്നും വ്യത്യാസമൊന്നുമില്ല. അദ്ദേഹം സാധാരണ നിസ്കരിക്കുന്നുണ്ട്, വേറെ ഖുർആൻ ഓതുന്നു, വേറെ ഒന്നുമില്ല. നോക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, ദിവസം രാത്രി ഉറങ്ങുമ്പോൾ എല്ലാവർക്കും പുറത്തു കൊടുത്തിട്ടുണ്ട്. ഞാൻ ആരോട് ഇത് തെറ്റിനി അത് അന്ന് തന്നെ പോയിട്ട് സോറി കേട്ടോ, പുറത്ത് തന്നെ തീർന്ന്. എന്തൊരു ജീവിത സഹോദരന്മാരെ. ഇപ്പൊ ലോക്ക്ഡൌൺ സംതിങ് നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പൊ അങ്ങനത്തെ നമ്മൾ ജീവിക്കുന്നത്. ആരോട് വെറുപ്പില്ല, എന്താ പുറത്തു പോയിട്ട് അങ്ങനത്തെ ഇടപെടലില്ലാത്തതുകൊണ്ട് ആരോട് വെറുപ്പൊന്നുമില്ല, വിദ്വേഷമില്ല. അപ്പൊ ഹൃദയം എപ്പോഴും വെറുപ്പ് വിദ്വേഷം അത് കളയണം സഹോദരന്മാരെ. അത് എടുത്ത് അങ്ങ് വലിച്ചെറി.
അത് വലിച്ചെറിയുന്ന 2 മാർഗം. ഒന്ന് പുറത്തു കൊടുക്കുക. റബ്ബിനെ സാക്ഷി നിർത്തി പറയാം, പഠിച്ചു ഞാൻ ഇന്ന് എന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ട് റബ്ബിനറിയാം. ഞാനൊക്കെ ഒരുപാട് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. ഞാൻ ചിലപ്പോൾ ആകാശത്തേക്ക് നോക്കിയിട്ട് നേരിട്ട് അള്ളാഹ് പറഞ്ഞു, റബ്ബെ നീ ഒരു സൃഷ്ടാവ് എനിക്ക് ഉള്ളത് കൊണ്ട് മാത്രമാണ് എൻ്റെ നാവ് പൊന്താത്തത്. റബ്ബെ നിനക്കറിയാം എൻ്റെ നാവ് കൊണ്ട് സംസാരിക്കാൻ എനിക്ക് പറ്റും, പക്ഷെ നിന്നെ ഭയപ്പെട്ടത് കൊണ്ടാണ് റബ്ബെ നീ എനിക്കതിനൊരുപാട് പ്രതിഫലം നൽകണം പോലും ഞാൻ എൻ്റെ റബ്ബിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് സഹോദരന്മാരെ. അപ്പൊ റബ്ബിൻ്റെ അടുത്ത് പറഞ്ഞത് റബ്ബുണ്ട്, റബ്ബ് നോക്കിക്കോളും. എൻ്റെ റബ്ബിൻ്റെ പറയാം, റബ്ബെ നീ സാക്ഷി, എൻ്റെ ഹൃദയത്തിന്റെ വികാരങ്ങൾ അറിഞ്ഞ റബ്ബ് സാക്ഷി, ഞാൻ എല്ലാവർക്കും പുറത്തു കൊടുത്തിട്ടുണ്ട്. പക്ഷെ നീയും പുറത്തു തരണ റബ്ബെ, നീയും പുറത്തു തരണ റബ്ബെ. ജീവനോടുള്ളപ്പോഴും മരിക്കുമ്പോഴും മഗ്ഫിറത്ത് നൽകണേ. എപ്പോഴെപ്പോഴും പ്രാർത്ഥിക്കുക സഹോദരന്മാരെ. പ്രാർത്ഥിക്കാനുള്ള വകുപ്പുണ്ട്. അള്ളാഹ് തന്നെ പറയാം, ഹദീസിൽ തന്നെ ജനങ്ങൾക്ക് പുറത്തു കൊടുക്കുക. അള്ളാഹു നിങ്ങളെ പുറത്തു തരാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലാണ്ട് നമ്മളിത് നോമ്പ് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ട് കാര്യമില്ല. അള്ളാഹു അഫൂവാണ്. ഞാൻ എല്ലാവർക്കും പുറത്തു കൊടുത്തിട്ടുണ്ട്. അള്ളാഹു എന്നെ പുറത്തു തരുമെന്നുള്ള വിശ്വാസമുണ്ട്. അങ്ങനെ അവ മനസ്സ് ശാന്തമാവും, സ്ട്രെസ് ഇല്ല. രണ്ടാമത്തെ എന്തോ സഹോദരന്മാരെ, അസൂയ ഉണ്ടാവരുത്. ഒരിക്കലും ഉണ്ടാവേണ്ട ആവശ്യമില്ല. അള്ളാഹു ഓരോരുത്തർക്കും ഓരോ അനുഗ്രഹങ്ങൾ കൊടുക്കും. എനിക്ക് നല്ല ഡിഗ്രി തന്നെ ഇൻഷാ അല്ലാഹ് മറ്റെല്ലാവർക്കും അള്ളാഹു നല്ല ഡിഗ്രി കൊടുക്കട്ടെ. എനിക്ക് അള്ളാഹു ഇസ്സത്തുള്ള ജോലി തന്നെ അള്ളാഹു എല്ലാവർക്കും കൊടുക്കട്ടെ. എനിക്ക് അള്ളാഹു സമാധാനം, സന്തോഷം, സംതൃപ്തി തന്നല്ലോ, എല്ലാവർക്കും അള്ളാഹു കിട്ടണേ റഹ്മാനെ റബ്ബേ. എനിക്ക് അള്ളാഹു സ്വർഗം കിട്ടണം, എല്ലാവർക്കും സ്വർഗം കിട്ടണം. സഹോദരന്മാരെ, അസൂയ ഉണ്ടാകുമ്പോൾ എന്തൊരു പ്രശ്നം? അസൂയ ഉണ്ടാകുമ്പോൾ നമ്മുടെ നോട്ടം മറ്റുള്ളവരുടെ വ്യക്തി ജീവിതത്തിലാണ്. അവർക്ക് വലിയ കാറ്, അവർക്ക് വലിയ വീട്, അപ്പൊ എനിക്കും അതിനെക്കാട്ട് വലിയ കാറ്, വലിയ വീട് വരണം. അവരെ ഉയർച്ചയിൽ എനിക്ക് ഒരുപാട് ദുഃഖം തോന്നും, എനിക്ക് ഒരുപാട് വിഷമം തോന്നും. അപ്പൊ ആർക്കാണ് ദോഷം വരുന്നത്? എൻ്റെ സ്വന്തം ശരീരത്തിന്. വേറെ ആർക്കൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ, വേറെ ആർക്കും ഒന്നുമില്ല. ഞാൻ എത്രത്തോളം അസൂയപ്പെടുന്നു അത്രത്തോളം എൻ്റെ ഹൃദയമിടിപ്പ് കൂടി, ഗ്ലൂക്കോസ് കൂടി, എനിക്ക് പ്രഷർ, പ്രമേഹം, ക്യാൻസർ വരാനുള്ള സാധ്യത ഉണ്ട്. ചിന്തിക്ക്. ഇനി മറ്റുള്ളവർക്ക് രോഗം വരുമ്പോഴോ, ഞാൻ അസൂയപ്പെടുന്ന വ്യക്തികൾക്ക് രോഗം വരുമ്പോൾ ചെറിയൊരു ആശ്വാസം ഉണ്ടാവും. അത് വൃത്തികെട്ട വികാര സഹോദരന്മാരെ, ഒന്ന് ചിന്തിക്കും നമ്മൾ. അതുകൊണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അസൂയപ്പെടുമ്പോഴേ നമ്മൾ നമ്മുടെ സൽക്കർമ്മം എങ്ങനെയാണ് ഒരു തീ വിറകിനെ നശിപ്പിക്കുന്നത്, അതേപോലെ നമ്മുടെ സൽക്കർമ്മങ്ങൾ അങ്ങനെ മുഴുവനും നശിച്ചൊലിച്ചു പോവും. എന്താ, ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ഒന്നും തിരിഞ്ഞു നോക്കുന്നില്ല, എൻ്റെ സൽക്കർമ്മം ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ എൻ്റെ ന്യൂനതകൾ മനസ്സിലാക്കുന്നില്ല, മറിച്ച് മറ്റെല്ലാവരുടെ ജീവിതത്തിൽ ഇങ്ങനെ കണ്ണോടിച്ചിട്ട് അവരെ അസൂയപ്പെട്ട സഹോദരന്മാരെ, ഒരിക്കലും അസൂയപ്പെടരുത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും മക്കളെ ഒന്ന്, നമ്മൾ ആരെയും അസൂയ വെക്കരുത്. ഇനി നമ്മൾ ഉയരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചുറ്റുപാടും ഒരുപാട് പേര് അസൂയപ്പെടുന്നുണ്ടാവും. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, നിരന്തരമായിട്ട് ഫലക്കുൻ ആസ്വാദനം, മുവദ്ദിത്തിന് ഓതണം. ഫലക്ക് നമ്മൾക്കറിയാം. നിരന്തരമായിട്ട് ഓതണം. എല്ലാ നമസ്കാരത്തിന് ശേഷം രാവിലെ വൈകുന്നേരത്തെ അദ്കാറുകള് നമ്മൾ രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ നിരന്തരമായിട്ട് ഓതണം. എന്താ, ചുറ്റുപാടും ഒരുപാട് അസൂയാക്കുണ്ടാവും. അപ്പൊ ഇതിന് എന്താ പരിഹാരം സഹോദരന്മാർ? ഒന്നെന്താ വെച്ചാല്, നമ്മളെല്ലാവർക്കും ഗുണകാംക്ഷ ഉണ്ടാവും. ഗുണകാംക്ഷ എല്ലാവർക്കും പഠിച്ചു, എല്ലാവരും നന്നാവട്ടെ സഹോദരന്മാർ, എല്ലാവർക്കും സ്വർഗം കിട്ടട്ടെ. അങ്ങനെ ചിന്തിച്ചു നോക്ക്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു. അതാ നമ്മൾക്കിത്, നമ്മൾ മാത്രം സ്വർഗം, മറ്റെല്ലാവരും നരകത്തില്ല. എല്ലാത്തിനും നരകത്തിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനല്ല, എനിക്കും സ്വർഗം കിട്ടണം. കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും ചുറ്റുപാടും എല്ലാവർക്കും സ്വർഗം കിട്ടും. സ്വർഗം വിശാലമാ സഹോദരന്മാരെ. നമ്മളിതിനെ കുടിച്ചാക്കുന്നത് അള്ളാന്റെ ഖജനാവ് വിശാലമാ. അള്ള എല്ലാവരും കെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. അള്ളക്ക് ഇഷ്ടമുള്ളത് കെറ്റിട്ട സഹോദരന്മാരെ. എനിക്ക് സ്വർഗം കിട്ടും, എല്ലാവർക്കും സ്വർഗം കിട്ടണം. അപ്പൊ നമ്മൾ എല്ലാവർക്കും നല്ലതേ വരാൻ ആഗ്രഹിക്കുള്ളൂ. അവർക്കും നല്ലത് വരട്ടെ, എനിക്കും വരട്ടെ, നല്ലത് നമുക്ക് എല്ലാവർക്കും വരട്ടെ. സുബ്ഹാനല്ലാഹ്. ഈ ഒരു മനസ്ഥിതി വെച്ച് നോക്ക്. ഒരു വേണ്ടാത്ത ഹാർട്ട് റേറ്റും കൂടൂല, ബിപിയും കൂടൂല, ഷുഗറും ഒന്നും കൂടൂല സഹോദരന്മാരെ. ഇനി നമ്മൾ അസൂയപ്പെടുന്ന ആൾക്കാരുണ്ടാവും. അതെന്ത് ചെയ്യണം? അവരോട് നല്ല വിധത്തിൽ പെരുമാറിയാൽ മതി. അവർക്ക് രോഗം വരുമ്പോൾ പോയിട്ട് സന്ദർശിക്കുക, അവരെ സഹായിക്കുക. അവർ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടിന് പോയിട്ട് അവർക്ക് നമ്മളോട് സ്നേഹം വരും. അത് മാത്രമല്ല സഹോദരന്മാരെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. നമ്മൾ ആരോടേക്കും വിദ്വേഷാസവും എന്തെങ്കിലും വരാണ്, അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കൂ. രാത്രി തഹജ്ജുദിൽ പഠിച്ചതിന് അവർക്ക് ഒരുപാട് ഹൈറും ബർക്കത്തും ഇട്ട് കൊടുക്കണേ, അവരെ അസുഖം മാറ്റി കൊടുക്കണം. നമ്മുടെ ഇടയിൽ ഒരുപാട് സ്നേഹം ഉണ്ടാവും. അപ്പം ഈ അസൂയയും പക വിദ്വേഷമൊക്കെ ഒഴിവാക്കുക സഹോദരന്മാരെ. ഒരുപാട് ശാരീരിക മാനസികമായ രോഗങ്ങളൊന്നും ഉണ്ടാവില്ല. മൂന്നാമത്തെ തരം ലോകമാന്യത. ഇതിനർത്ഥം വെച്ചാൽ നമ്മൾ സൽക്കർമ്മം ചെയ്യേണ്ടതല്ല. തീർച്ചയായിട്ടും നമ്മളൊക്കെ നിരന്തരമായിട്ട് സാമൂഹ്യ സേവനം, ദഅവത്തൊക്കെ ചെയ്യണം. ഇന്ന് കുഴപ്പമെന്താ, ഇതിനെല്ലാത്തിനും പേരും പ്രശസ്തി വേണം. ഇനിയിപ്പോൾ നോക്കിയോ, ഇന്നിപ്പോ ലോക്ക്ഡൌൺ ആയിട്ട് ആർക്കും അത് പ്രകടിപ്പിക്കാനൊരു കരുത്തൊന്നുമില്ല, അതിനുള്ള മാർഗമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇത് കൊറോണ പോയി കഴിഞ്ഞാൽ ഇതിന് ക്രെഡിറ്റ് ആർക്ക് വേണം? സർക്കാരിന് കൊടുക്കണം, ഡോക്ടർമാർക്ക് വേണം. സഹോദരൻ, ഇതൊരു ടീം വർക്ക്. സർക്കാരിന്റെ കഴിവുണ്ട്, ജനങ്ങൾ അത് സഹകരിച്ച്, ഡോക്ടർമാര്, നഴ്സുമാർ, അറ്റൻഡർമാർ, സ്വീപ്പർമാർ, അവരൊക്കെ ഒരുപാട് പ്രവൃത്തിയുണ്ട്. ഗ്രൗണ്ട് ലെവലിൽ റൂട്ട് വർക്ക്, പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്, പോലീസുകാർ, ഒരുപാട് പേരുടെ, കളക്ടർമാർ, എല്ലാവരുടെയും കൂട്ടിയിട്ടൊരു എഫേർട്ടാ. ഇത് കഴിഞ്ഞാൽ ഇതിന് ആർക്ക് അവാർഡ് കിട്ടണം?
ഇതാണ് പ്രശ്നം സഹോദരൻ. അവിടെ നിയത്ത് കളങ്കമാവുന്നു. അപ്പൊ നേരെ മറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഒരുപാട് സൽക്കർമ്മം ചെയ്യണം. പക്ഷെ നിയത്ത് എന്താ? ഞാൻ ഖബറിൽ പോയി കഴിഞ്ഞിട്ട് അവിടുത്തെ ജീവിതം അള്ളാഹുവിന്റെ സത്യ ഒരു ജീവിതം ഉണ്ട് കേട്ടോ, ജീവിതമുണ്ട്. ഇന്ന് ഒരുപാട് പേര് മരണപ്പെട്ടു പോകുന്നുണ്ട്. അതിന് ശേഷം ഒരു വലിയ ജീവിതമുണ്ട്. എൻ്റെ റബ്ബ് സുബ്ഹാനഹു വ തആല തൃപ്തി മാത്രം. എൻ്റെ റബ്ബിന് ഈ കർമ്മം ഇഷ്ടപ്പെടുന്നുണ്ടോ റബ്ബേ? നമ്മൾ ചിന്തിക്കുന്ന വലിയ വിഷയ സഹോദരന്മാരെ. റംസാനിലൊക്കെ ഇപ്പൊ പള്ളികൾ പൂട്ടാൻ പോകാൻ ആലോചിച്ചോക്ക്. നമ്മൾ ഇത്രയും കാലം അടിച്ചു പൊളിച്ചു റംസാനും ദഅവത്തും പ്രസംഗവും ഇഫ്താർ പാർട്ടി ഒന്ന് ചിന്തിക്കും നമ്മൾ. അവിടെ എവിടേക്കോ നമ്മൾക്ക് സംഘടനാ സ്പിരിറ്റും കളങ്കം വന്നില്ലേ? നിയത്തിലെ നിഷ്കളങ്കത നഷ്ടപ്പെട്ടില്ലേ? എൻ്റെ സംഘടന വലുതാക്കാനല്ലേ ഞാൻ ഇത്രയും മാതിരി പ്രവർത്തിച്ചല്ല. അള്ളാഹുവിൻ്റെ ദീൻ, എല്ലാവരും അള്ളാഹുവിനെ തിരിച്ചറിയണം. അള്ളാഹിന്റെ ഖുർആൻ വായിച്ചു തുടങ്ങണം. എല്ലാവരും അള്ളാഹിന്റെ പള്ളിയിലേക്ക് പോകണം. എല്ലാവരും അള്ളാഹിന്റെ പ്രവാചകന്റെ സുന്നത്ത് പിൻപറ്റണം. ഇതായിരുന്നു എൻ്റെ നിങ്ങളുടെ നിയത്ത്. ഒന്ന് ചിന്തിക്കുക. അപ്പൊ അങ്ങനെ നിയത്തം പലപ്പോഴും ഈ ദുനിയാവിൽ പേരോ പ്രശസ്തിയോ ഒന്നും കിട്ടൂല. കുത്തുവാക്ക് ചിലപ്പോൾ കിട്ടുള്ളൂ. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവായി നിയത്തിനെ പൊന്നുപോലെ വളർത്തി ഇസ്സത്ത് ഇട്ട് തരും സഹോദരന്മാരെ. മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ലോകം മുഴുവനും തിരിച്ചറിയും. ലോകം മുഴുവനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ ജനങ്ങളുടെ പേരും പ്രശസ്തിക്ക് പിന്നാലെ ഓടിയാൻ തരുക. നിങ്ങൾ ജീവിക്കുമ്പോഴേ പ്രവൃത്തി ചെയ്യുമ്പോൾ മാത്രം ഒരുപാട് പൊക്കിയിട്ട് നിങ്ങൾക്ക് അവാർഡും തന്നിട്ട് പിറ്റേ ദിവസം തന്നെ നിങ്ങളെ കുറ്റപ്പെടുത്തും. നേരെ മറിച്ചോ, ഇതൊന്നും വേണ്ട റബ്ബേ, ദുനിയാവ് ഒന്നും ആഗ്രഹിക്കില്ല. ഒരുപാട് അധ്വാനിക്കും അള്ളാഹുവിന്റെ വജ് ഉദ്ദേശിച്ചുകൊണ്ട്. നിന്റെ തൃപ്തിക്ക് വേണ്ടി നീ തൃപ്തിപ്പെടണേ എന്നുള്ള നിഷ്കളങ്കമായ നീയത്തുണ്ടെങ്കിലേ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ആരും അറിയില്ല. ആകെ പേപ്പറിന്റെ ഫോട്ടോയിൽ ഇവൻ മരണപ്പെട്ടു എന്ന വാർത്ത മാത്രമേ അറിയുള്ളൂ. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സന്ദേശം ഓരോരുത്തരുടെ ഹൃദയത്തിലേക്ക് എത്തിച്ചു കൊടുക്കും. സഹോദരന്മാരെ, വിനീതമായ അഭ്യർത്ഥനയാണ്. നല്ല ശാരീരിക മാനസിക ഒരു ആത്മീയമായ ആരോഗ്യത്തിന് നമ്മൾ ഒഴിവാക്കേണ്ട 2-3 വലിയ രോഗങ്ങളുണ്ട്. ഒന്ന് പക, വിദ്വേഷം, അസൂയ, ലോകമാന്യത. അള്ളാഹു സംസാരിക്കുന്ന എനിക്കും കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും അള്ളാഹുവെ നമ്മുടെ ഹൃദയങ്ങൾ ശുദ്ധീകരിച്ച ഖൽബുൻ സലീമായിട്ട് നിഷ്കളങ്കമായ നിയത്തോടെ ഇഖ്ലാസോടെ നിന്റെ വജ് ഉദ്ദേശിച്ചുകൊണ്ട് ഒരുപാട് സൽക്കർമ്മം ചെയ്യാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഹൃദയത്തിൽ എപ്പോഴും എല്ലാവരോടും സ്നേഹം, ബഹുമാനം, ഗുണകാംക്ഷ്യം ഇട്ടു തരണേ റഹ്മാൻ റബ്ബേ. എല്ലാ മ്ലേച്ഛമായ വികാരങ്ങൾ, അസൂയ, പക, വിദ്വേഷം, ലോകമാന്യതയിൽ നിന്നെല്ലാം റബ്ബേ നീ നമ്മളെല്ലാവരെയും കാത്ത് സംരക്ഷിക്കണേ റബ്ബേ. ഏറ്റവും നല്ല ഖൽബും സലീമായിട്ട് തന്നെ ഏറ്റവും നല്ല ഈമാന്റെ അവസ്ഥയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരണപ്പെട്ട് നാളെ പരലോകത്ത് ഏറ്റവും മനോഹരമായ വെളുത്ത ഹൃദയമുള്ള പ്രവാചകന്മാർ, സഹാബാക്കൾ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങളുടെ കൂടെ തന്നെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനായ റബ്ബേ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.